അപ്പം ടിപ്പ് നമ്പർ 1 ഇസ് ഈ തോർത്തും അതുപോലെ തന്നെ ടവലും തോർത്തും ടവലും എന്തോ ഞാൻ തോപ്പിക്കാനാവില്ല. വീടിനകം മൊത്തം നീ എവിടെയെങ്കിലും ഇറങ്ങിപ്പോ അതിലേ പോയി നീ. ഹലോ എവ്രിവൺ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ജാമ്പക്കേക്ക് ഇവിടുത്തെ കളർ ഇങ്ങനെ ജാമ്പക്കേക്ക് കഴിച്ചിരിക്കുവാണ്. സോ കുറച്ച് ദിവസം എനിക്ക് വയ്യാതിരുന്നതുകൊണ്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് ആക്ച്വലി 2-3 ദിവസമായി. അപ്പം ഞാൻ ഓർത്തു ഇന്നൊരു ഹെയർ പാക്കൊക്കെ ഇട്ട് കുളിക്കാമെന്ന്. അപ്പോൾ ആ ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന ഹെയർ പാക്കാണ്. ലൈക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസിലി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ്. ആൻഡ് നമ്മുടെ ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാനും എല്ലാം ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ചെമ്പരത്തി ഇല പറിക്കാം. അതല്ല ചെമ്പരത്തി, അത് ചെമ്പരത്തി തന്നെ, പക്ഷെ അത് തൂക്ക് ചെമ്പരത്തി. ഇത് തൂക്ക് ചെമ്പരത്തി. ഇത് ഇങ്ങനത്തെ പൂവുള്ള അല്ലേ? അതാണ് നാടൻ ചെമ്പരത്തി. 4, 5 ഇതളുള്ള ചെമ്പരത്തി പൂവിന്റെ ഇലയാണ് നമുക്ക് ആക്ച്വലി തലയിൽ തേക്കാൻ നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. നമുക്ക് ആക്ച്വലി വേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ചെമ്പരത്തി പൂവ് കൂടുതൽ കിട്ടിയാൽ നല്ലതാണ്, പക്ഷെ ഇതിൽ ഒരെണ്ണവേ ഉള്ളൂ. അപ്പോൾ ഈ കറ്റാർ വാഴയിൽ ആക്ച്വലി ഇതാ കേട്ടോ ഒരു യെല്ലോ കളറിന്റെ വല്ല പേരുണ്ടോ അതിന്? യെല്ലോ കളർ സാധനം വരും. അത് നല്ലതല്ല. എനിക്ക് മുഖത്ത് തേക്കുമ്പോഴും ചൊറിയും, തലയിൽ തേക്കുമ്പോഴും എനിക്ക് ഇവിടെ നെക്കിൻ്റെ പോർഷനിലൊക്കെ ചൊറിയും. അപ്പം ഞാൻ ആ പോർഷൻ ഇങ്ങനെ 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 ആക്കി കളയും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ മറ്റേ സൈഡ് കട്ട് ചെയ്യാം. ആൻഡ് ഇത് കഴുകിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്രൈൻഡറിലിടാം. ഗ്രൈൻഡർ ഒന്ന് മിക്സിയിലിടാം. അപ്പം തൊലി കളയണ്ട, ജസ്റ്റ് വാഷ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇതും കഴുകി അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയെല്ലാം കഴുകി വെച്ചിട്ട് അപ്പോൾ നമ്മൾ ചെമ്പരത്തിയുടെ ഇലയും പൂവും കറ്റാർവാഴയും എടുത്തു. അതിനുശേഷമുള്ള നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവ ആക്ച്വലി തലേദിവസം വെള്ളത്തിയിട്ട് കുതിർക്കുക, അല്ലെങ്കിൽ കട്ടിയിട്ട് കുതിർന്നില്ല. രാത്രി ഇട്ട് വെച്ചാണ് കുറച്ചും കൂടി പ്രശ്നം കൊടുത്തൊരു 14 to 15 hours നിങ്ങളൊന്ന് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം അരയും സംഭവം. ആൻഡ് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കഞ്ഞിവെള്ളം. സോ ഇതിലേക്ക് നമ്മൾ ഉലുവ ഇടുന്ന സമയത്ത് ഈ ഉലുവയുടെ ഒരു വെള്ളം ഉണ്ടല്ലോ, ഒരു യെല്ലോ കളറിലാവും. അത് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം. ആക്ച്വലി ഭയങ്കര നല്ലതാണ്. ഇതാ ഈ ഒരു വെള്ളം, അത് നല്ലതാണ് നമ്മുടെ ഹെയറിന്. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞേ ഇച്ചിരി കഞ്ഞിവെള്ളം കൂടിപ്പോയി. നമ്മൾ അടിക്കുന്ന സമയത്തില്ലേ നോക്കി നോക്കി ആവശ്യത്തിന് അടിക്കുക. ഹായ് പറ. ഹായ് ഹായ്. ഓക്കെ, സോ ഈ എണ്ണ തേക്കണം എന്ന് ആക്ച്വലി നിർബന്ധമില്ല. എൻ്റെ ഹെയർ കുറച്ച് ഡ്രൈയിങ് ആണ്. എനിക്ക് തുമ്പൊക്കെ ഇച്ചിരി ചകിരി പോലെ നിൽക്കുന്നതാണ്. ഇപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയെങ്കിലും ഉള്ളത്, അല്ലെങ്കിൽ ഒന്നുകൂടെ ഭയങ്കര ഡ്രൈയിങ് ആണ് എൻ്റെ ഹെയർ. അപ്പം ഞാൻ എപ്പോഴും ഓയിൽ തേച്ചിട്ട് ഹെയർ പാക്ക് ഇടാറുള്ളൂ. തേച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഹെയർ ടെക്സ്ചർ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇടുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പിന്നെന്താ, പിന്നെ ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഇത് ആക്ച്വലി ഭയങ്കര നല്ലൊരു സാധനമാണ്. ഇപ്പം ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അലോവേര ആയിക്കോട്ടെ, താളി ആയിക്കോട്ടെ, അതേ ചെമ്പരത്തിയുടെ എന്തോ അതായിക്കോട്ടെ, അതുപോലെ തന്നെ ഉലുവ ഡാൻഡ്രഫിന് ഭയങ്കര നല്ലതാണ്. ആൻഡ് നമ്മുടെ കഞ്ഞിവെള്ളം ശരിക്കും ഈ കൊറിയൻസ് ഒക്കെ അവരുടെ സ്കിന്നിലും ഹെയർ അതായത് അവരുടെ മറ്റേ ഗ്ലാസ് സ്കിൻ ടെക്സ്ചർ കിട്ടാനും ആൻഡ് ഹെയറിലാണെങ്കിലും മറ്റേ സിൽക്കി സ്മൂത്ത് സ്ട്രെയിറ്റ് ഹെയറിനൊക്കെ വേണ്ടി കൊറിയൻസിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. അവർ ഇച്ചിരി സ്റ്റൈലായിട്ട് റൈസ് വാട്ടർ എന്നൊക്കെ പറയുമെങ്കിലും കഞ്ഞിവെള്ളമാണ്. അവർ കഞ്ഞിവെള്ളം പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അരിയും വെള്ളമൊക്കെ ഇട്ടിട്ട് മാത്രം കഞ്ഞിവെള്ളം എടുക്കും. നമുക്ക് ഈ വീട്ടിലുണ്ടാക്കും, ഒബ്വിയസ്ലി മലയാളികളുടെ വീട്ടിൽ ചോറുണ്ടാക്കുമല്ലോ. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഡാൻഡ്രഫ് ഉള്ളവർ ഒരു ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്താൽ
അടിപൊളിയാണ്. നിങ്ങൾക്ക് ഡാൻഡ്രഫ് വേഗം റെഡ്യൂസ് ആവും. അതിൻ്റെ കൂടെ ഈ 3 ദിവസത്തിൽ 2 ദിവസം പാക്കും 1 ദിവസം ഡാൻഡ്രഫ് ഷാമ്പൂവും കൂടെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വെരി ക്വിക്ക്ലി ഒരു 2 വീക്സിനുള്ളിൽ തന്നെ ഡാൻഡ്രഫ് എന്തായാലും പോകും. പക്ഷെ ഡാൻഡ്രഫ് പോവാൻ നമ്മൾ ഒരിക്കലും ഈ ഹെയർ ഷാമ്പൂസ് ഡാൻഡ്രഫ് ഷാമ്പുവോ ഇതുപോലത്തെ പാക്കോ 1-2 ദിവസം ഇട്ടാൽ ഡാൻഡ്രഫ് പോവില്ല. ഡാൻഡ്രഫിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഈ മസാജിങ് പ്രോസസ്സിൻ്റെ ഇടയിലൂടെ പറഞ്ഞുതരാം. എനിക്ക് മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ബാക്കി ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ബാക്കി ടിപ്സ് പറഞ്ഞു. ഓക്കെ, ഹെയറിൽ നമ്മൾ ഓയിൽ ഇട്ടാൽ ഡെഫിനറ്റ്ലി ഷാമ്പു തേച്ച് അത് വാഷ് ഓഫ് ചെയ്യണം. തലയിൽ എണ്ണ വെച്ചുകൊണ്ട് ഒരിക്കലും കിടന്നുറങ്ങരുത്. കാരണം നിങ്ങളുടെ തലയിൽ എണ്ണ ഉണ്ടെങ്കിൽ ആ പില്ലോയില് ആ എണ്ണ വരും. എന്നിട്ട് നിങ്ങൾ അതേ സ്ഥലത്താണ് നിങ്ങളുടെ മുഖമൊക്കെ വെച്ചുകൊണ്ട് കിടക്കുന്നത്, നിങ്ങൾക്ക് മുഖത്ത് കുരു വരും. ഈ അമ്മയടുത്തൊക്കെ ഞാനിത് അമ്മ അവിടെ ആരോ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അമ്മയടുത്തൊക്കെ ഞാൻ ഇത് എത്ര പറഞ്ഞാലും അമ്മ കേൾക്കൂല. പണ്ട് കൊച്ചിലെ എനിക്ക് എണ്ണ തേക്കുന്നതായിരുന്നു ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം. എനിക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതിലൂടെ പറ്റിയിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ സമ്മതിക്കൂല. എന്നെ അടിച്ചിട്ടുണ്ട്. എന്നെ ഇങ്ങനെ എലി അടിക്കുന്നവർക്ക് അടിച്ചാണ് എന്നെ എണ്ണ തേപ്പിക്കണം. എണ്ണ തേക്കുന്നത് ഡെഫിനറ്റ്ലി ഗുഡ്, കാരണം ആ ബ്ലഡ് സർക്കുലേഷൻ കൂടും, മസാജ് ചെയ്യുന്ന എല്ലാം നല്ലതാണ്. പക്ഷെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഷാമ്പു എന്തായാലും ഇടണം. നമ്മുടെ തലയിൽ എണ്ണ ഉണ്ടെങ്കിലേ നമ്മൾ പുറത്തൊക്കെ പോകാൻ, സ്പെഷ്യലി കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നവരാണ്, പുറത്ത് വർക്ക് ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എണ്ണ തേച്ചാൽ എന്താ പറയുക, ഇത് ഷാമ്പു കൊണ്ട് വാഷ് ചെയ്യാൻ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഈ പൊടിയും സാധനങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ വന്ന് ഒട്ടി ഭയങ്കര മോശമാണ്. ഡാൻഡ്രഫ് കൂടും. ഈ എണ്ണ തേച്ച് അതിൽ പൊടി വന്ന് വേഗം ഇംപ്യൂരിറ്റീസിനും ഡേർട്ടിനും ഒക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പത്തേനും നമുക്ക് ഹെയർ ഫോൾ കൂടും, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ കൂടും. പിന്നെ ഒരു 100 ഹെയർ പെർ ഡേ എന്നൊക്കെ പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഹെയർ ഫോൾ ആണ്. അത് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 100 ഹെയർ പെർ ഡേ അത് മാക്സിമം കണക്ക് പ്രകാരം അത് വളരെ നോർമലാണ്. സോ നോ വറീസ്. ഇങ്ങനെ പിന്നെ എണ്ണയൊക്കെ തേക്കുമ്പോൾ കുളിക്കുമ്പോൾ നമ്മളിപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെയാണ് കുളിക്കുന്നത്, ആഴ്ചയിൽ 2-3 ദിവസമാണ് തല ഹെയർ വാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഹെയർ ഫോൾ ഇച്ചിരി കൂടുതലായിട്ട് തോന്നും. ദാറ്റ് നോർമൽ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, ഒന്നും ഭയങ്കര വലിയ ഹെയർ ഫോൾ പ്രശ്നമൊന്നുമല്ല. ഓക്കെ, അപ്പം ടിപ്പ് നമ്പർ 1 ഇസ് നമ്മൾ ഡാൻഡ്രഫ് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓയിൽ ചെയ്തതിന് ശേഷം ഷാംപൂ ചെയ്യുക. ആൻഡ് നല്ലൊരു കണ്ടീഷണറും കൂടെ യൂസ് ചെയ്ത് നമ്മൾ ആ ഓയിലിനെ ഹെയറിൽ നിന്ന് ഫുള്ളി വാഷ് ഓഫ് ചെയ്യണം. അത് ഇച്ചിരി കുറച്ചെടുത്ത് അയ്യോ ഞാൻ ഇപ്പം ഇട്ട ടീഷർട്ട് ആയിരുന്നു, അറിയോ ഇച്ചിരി വെള്ളം കൂടിപ്പോയി ഗൈസ്. ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം ഇല്ലേ കുറച്ച് മീൻസ് ഇതിൽ ഓൾറെഡി അലോവേരയുടെ ഇതുള്ളതുകൊണ്ട് തന്നെ നല്ലോണം ഗ്രൈൻഡ് ആവും. പിന്നെ നമ്മൾ ഉലുവയുടെ വെള്ളം ഒഴിച്ചില്ലേ, ഞാനത് മറന്നുപോയി. അപ്പൊ ഞാനിങ്ങനെ ഒരു ഗ്ലാസ്സിലെടുത്ത് ചുമ്മാ അമ്മയ്ക്ക് കോൾ വന്നു, അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഞാനിങ്ങനെ എടുത്ത് ഒഴിച്ച് കളിച്ചോണ്ടിരുന്നു. അപ്പൊ ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണേ. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ലേ, ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാം. പക്ഷെ ജലദോഷമൊക്കെ ഉള്ളവർ അങ്ങനെ ഉപയോഗിക്കണം, കാരണം ഇത് ഓൾറെഡി തണുപ്പുണ്ട്. അടുത്ത ദിവസം ഫ്രിഡ്ജിൽ എനിക്കൊക്കെ ആണെങ്കിൽ ഉറപ്പാണ് പനി വരും. അപ്പോൾ നമ്മളിത് തേക്കുന്ന സമയത്ത് ഇങ്ങനെ മുടിയിൽ തേക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ അമ്മ സെക്ഷൻസ് എടുത്ത് തേരമ്മ, സെക്ഷൻ എടുത്ത് തലയോട്ടിയിൽ തേക്കും. ഇത് മുടിയിലല്ല തേക്കാനുള്ളത്, ഇതുപോലത്തെ നിങ്ങളുടെ സ്കാൽപ്പിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ടിപ്പ് നമ്പർ 2. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിങ്ങനെ ഈ ഒരു ഹെയർ പാക്ക് ഇടുകയാണ്. നമ്മളിപ്പോൾ ഒരു ഡാൻഡ്രഫ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൻഡ്രഫ് ഷാംപൂ ഓർ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള പാക്ക് എന്തെങ്കിലും ഇടുവാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഹെയർ വാഷിന് ശേഷം നിങ്ങളുടെ തോർത്ത്, കഴുകിയ തോർത്ത് വേണം എടുക്കാൻ. കാരണം പഴയ ഡാൻഡ്രഫിന്റെ ബാക്ടീരിയാസ് ഒക്കെ ഉള്ള തോർത്ത് എടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പില്ലോ അന്നത്തെ ദിവസം നിങ്ങൾ മാറ്റുക, ബെഡ്ഷീറ്റ് മാറ്റുക, എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻ്റ്ലി ഉള്ള കാര്യം. നമ്മളിപ്പം ഈ ഡാൻഡ്രഫ് ഷാംപൂ ഇട്ടു, ഹെയർ പാക്കിന്റെ എല്ലാം സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വീണ്ടും നിങ്ങൾ അതേ പഴയ തോർത്ത് എടുത്തിട്ട് നിങ്ങൾ തല തോർത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടതിനൊന്നും ഒരു യൂസ് ഇല്ലാണ്ടാവും. ഓക്കെ, സോറി. അപ്പോൾ ഹെയർ എന്താ പറയുക, ഈ തോർത്തും അതുപോലെ തന്നെ ടവലും തോർത്തും പില്ലോയും ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. അമ്മ ഇടയ്ക്ക് ചിരി, അമ്മമ്മേരെ മുഖം ഒരുമാതിരി. അത് ഞാൻ ഇതിൽ ശ്രദ്ധിച്ച് ചെയ്യണത് കൊണ്ടാണ്, അത് തിരിച്ചോണ്ടിരുന്ന മതിയാ. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നിങ്ങളുടെ കോമ്പ് നിങ്ങൾ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പില്ലോയും ബെഡ്ഷീറ്റ്സും എല്ലാം വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കോമ്പും കൂടി നിങ്ങൾ വാഷ് ചെയ്യുക.
ഇടയ്ക്കിടയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി കോമ്പൊക്കെ കഴുകാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേഗം ഡാൻഡ്രഫ് വരുന്ന ടൈപ്പാണ് നിങ്ങളുടെ ഹെയറിനൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം റെഡ്യൂസ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ മാത്രമേ ഡാൻഡ്രഫ് ക്യൂർ ആവുള്ളൂ. ഡാൻഡ്രഫ് ഷാമ്പു മാത്രം നിങ്ങൾ ഡെയിലി ഡാൻഡ്രഫ് ഷാമ്പു ഇട്ടാലും ഡാൻഡ്രഫ് ഷാമ്പു ഒക്കെ ആക്ച്വലി ഭയങ്കര കെമിക്കലാണ്. നമ്മുടെ ഹെയർ ഉടുപ്പിലായി നമ്മുടെ ഹെയർ ഫോളൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പൊ ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഡാൻഡ്രഫ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഷാമ്പു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹെയർ പാക്ക് ഇട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ചതിക്കാത്ത ചന്തുന്ന് ചന്തുവിനെ തോപ്പിക്കാനാവില്ല. പോയി. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. അമ്മ എപ്പോഴും എന്തോ നമ്മുടെ നോയിക്കൊണ്ടിരിക്കണേ. അതെന്റെ കമ്പൂത്തെ ഞാൻ അമ്മയ്ക്ക് തേച്ചിട്ടുണ്ട്. നിറയെ ബാക്കിയുണ്ട്. കൊടുത്തിട്ടുണ്ട് ഒരു മാസത്തേക്ക്. ഈ ഇത് ആക്ച്വലി നമ്മുടെ തലയിൽ ഈ എന്തോ പറയണ നീരിറങ്ങണം. നീരിറക്കം അങ്ങനെ എന്തോ പറയുന്നത് നീരിറക്കം വരുന്നവർ അധിക നേരം വെക്കണം. നിങ്ങൾ ഒരു 10 minutes ഒക്കെ കഴിയുമ്പോഴത്തേക്കും വാഷ് ഓഫ് ചെയ്യുക. എനിക്കൊക്കെ ജലദോഷം വരും വേഗം കുറേ നേരമൊക്കെ വെച്ചാൽ. ഞാനൊക്കെ വേഗം 10 minute കഴിയുമ്പോഴത്തേക്ക് 10-15 minute വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്യുവേ. അമ്മേ കേട്ടോ, അമ്മ വേണമെങ്കിൽ ഇത് വെച്ച് ഇനി വൈകുന്നേരം വരെ ഇങ്ങനെ എനിക്ക് ഒരു ഇറക്കം വരില്ല. അങ്ങനെ കുറേ നേരം വെച്ചാൽ കൂടുതൽ വളരില്ല. എല്ലാം പൊട്ടത്തരങ്ങളാണ്. ഷാമ്പു ഇടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇതിന്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഷാമ്പു ഇടാം. ഷാമ്പു ഇട്ടിട്ട് കണ്ടീഷണറും കൂടി ഇട്ട് വാഷ് ഓഫ് ചെയ്യാം. വാഷ് ചെയ്യുന്ന സമയത്ത് കഞ്ഞിവെള്ളം കൂടി വെച്ച് വാഷ് ചെയ്താൽ നല്ലതാണ്. കുറച്ചും കൂടി സിൽക്കി ആവും മുടി. തേച്ചിട്ടും കൂടെ മസാജ് ചെയ്യണം. അപ്പൊ നമ്മുടെ തലയിൽ എല്ലാം അടുത്ത് തുറന്നു. അമ്മ ഇതൊന്നും എനിക്ക് ചെയ്തില്ല. നീ അത് പറഞ്ഞില്ല. ഞാൻ ഇതൊക്കെ പൊതുവെ ഒറ്റയ്ക്കാണ് ചെയ്യാറ്. ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ക്യാമറയും കൂടെ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അമ്മയെ തേച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് പറ്റിയുള്ള എണ്ണ മസാജ് ചെയ്ത് തരണ ഞാൻ തന്നെയല്ല. ഇപ്പൊ എണ്ണ തേക്കൂല, അഹങ്കാരം. എണ്ണ അടിച്ചിട്ടുണ്ട്. ഇത് മുടിയിൽ എന്താ പറയുക, സ്കാൽപ്പിൽ മാത്രമല്ല ഈ ലെങ്ത്തിലും തേച്ച് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ തേച്ച് കൊടുക്കാൻ ആവശ്യമില്ല. കാരണം എന്തെങ്കിലും കുറെ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ തേക്കുക. ഞാൻ മുഖത്ത് കൂടെ ഒരു 10 ദിവസത്തേക്കുള്ള തരച്ചു വെച്ചിട്ടുണ്ട്. മുഖത്ത് കൂടെ ഉണക്കി തേച്ചു. ഇത് കഴുകി കാഴ്ച പാടാണ്. ചെമ്പരത്തി ഇല മുടിയിലും കുഴപ്പമില്ല. ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡ്രൈ ആയതിനു ശേഷം ഇങ്ങനെ കളഞ്ഞാൽ ഞാൻ കുളിക്കട്ടെ. അതെന്ത് അതിനെ എടുത്തോണ്ട് പോണേ? വീടിനകം മൊത്തം നീ എവിടെയെങ്കിലും ഇറങ്ങിപ്പോ അതിലേ. സോ യെസ്, ഞാൻ എന്താ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇത് എനിക്ക് ആക്ച്വലി ഇന്ന് ഒരു പേജ് അയച്ചു തന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് നോക്കുക. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഭയങ്കര രസമുണ്ട്. ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ടൈറ്റ് ആയിട്ട് ഹെയർ നിൽക്കുന്നുണ്ട്. തോർത്തിലൊക്കെ കെട്ടിയാൽ വേഗം അത് അഴിഞ്ഞു പോകില്ല ഇടയ്ക്കിടയ്ക്ക്. ഇതിപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് സെക്യൂർഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ റിവ്യൂ ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻഡ് യെസ്, അപ്പോൾ മുടി ഉണങ്ങിയതിന് ശേഷമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇലയുടെ കുറച്ച് റിമൈനിങ്സ് നമ്മുടെ മുടിയിലുണ്ടാവും. അത് ഉണങ്ങുന്നതിന് മുന്നേ ഇട്ട് കൈ കൊണ്ടാണെങ്കിലും ഒന്നും ചെയ്യാൻ നോക്കണ്ട, കാരണം മുടി പൊട്ടും. അപ്പം മുടി ഡ്രൈ ആയതിനു ശേഷം ഒരു വൈഡ് ആയിട്ടുള്ള കോംബ് എടുത്തിട്ട് അതിനൊന്ന് കോംബ് ചെയ്താൽ മതി. അപ്പം ഞാനത് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. അമ്മ എവിടെ? അമ്മയും കുളിയൊക്കെ കഴിഞ്ഞു. ഇനി സാധനം ബാക്കി ഇരിപ്പുണ്ട്. അമ്മ നാളത്തേക്ക്. ഓക്കെ, അപ്പം മുടിയിലില്ലേ അതിന്റെ പൊടിയില്ലേ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ആക്ച്വലി ഇലയുടെ പൊടിയാണ്. അതെന്തായാലും ഉണ്ടാവും. ഇലയുടെയും അതുപോലെ തന്നെ ഉലുവയുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ഇത് ഡ്രൈ ചെയ്തിട്ട് നമുക്ക് കോംബ് ചെയ്യുമ്പോഴത്തേക്കും ഇത് സുഖമായിട്ട് ഇളവിപ്പോവും. ഞാൻ കോംബ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ സെറ്റാക്കി ഞാൻ ഇച്ചിരി വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ ഓരോ തവണ കാണുമ്പോൾ ഞാൻ ഓരോ കോസ്റ്റ്യൂമിൽ നിൽക്കണേ. സോ ഇനി അമ്മയുടെ മുടിയും കൂടി കോംബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും സമയം തീരും. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഇതുപോലത്തെ ഒരു വൈഡ് ടൂത്തുള്ള കോംബ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതാ നല്ല രീതിയിൽ ഒന്ന് ചീകി കൊടുത്തിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെറിയതായിട്ടുള്ള ഇത് വേഗം ഇളകിപ്പോവും. കണ്ടോ, കുറച്ചേ ബാക്കിയുള്ളൂ. ഇനി വേഗം ഇളവും. നല്ലോണം ഒന്ന് ചീകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആവും. നമ്മുടെ മുടി നോക്കി ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഉലുവയൊക്കെ തേക്കും ഒന്നുകൂടെ ഡ്രൈ ആവും. നമ്മൾ ഷാമ്പൂ ഇട്ടില്ലല്ലോ, അറിയായിരുന്നില്ല. ഞാൻ ഷാമ്പൂ ഇട്ടോണ്ട് എന്റെ ഹെയർ ഓക്കെ. അമ്മ ഷാമ്പൂ ഇടാത്തോണ്ട് ഡ്രൈ ആയിട്ടുണ്ട്. സോ എന്തെങ്കിലും സെറോ എന്തെങ്കിലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പത്തേനും ഓക്കെ ആവും. ഓക്കെ,
ബൈ ബൈ. ബൈ ബൈ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയുക. ആൻഡ് ഓൾസോ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഗേൾസിന് മാത്രമൊന്നുമല്ല, ഡെഫിനറ്റ്ലി ബോയ്സിനും ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ പാക്കാണിത്. ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം പറഞ്ഞു തന്ന 3 ടിപ്സും കൂടി മൈൻഡിൽ ഓർക്കുക. So thank you so much for watching. If you like the video, do like, share, comment and subscribe.